ഹൗ ക്യാൻ ഐ ഓവർകം അനാലിസിസ് പാരാലിസിസ്, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എങ്ങനെയാണ് മേക്ക് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം, സേ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരുപാട് സ്ട്രാറ്റജീസ് അറിയാം. മാർക്കറ്റിൽ പുതിയതായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഓപ്പൺ ഹൈ ലോ ബേസ് ചെയ്ത് പഠിക്കാറുണ്ട്, അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ പഠിക്കാറുണ്ട്, FFC ഫോർമേഷൻസ് എന്താണെന്നുള്ളത് പഠിക്കാറുണ്ട്, മൂവിങ് ആവറേജസ് നോക്കാറുണ്ട്, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് നോക്കാറുണ്ട്, ബൊളിംഗർ ബാൻഡ്സിനെ കുറിച്ച് നോക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാമെങ്കിൽ ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് വരുന്ന സമയത്ത് ഒരു ഡിസിഷൻ എടുക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വാട്ട് വി ഡു ആസ് ഫിനാൻഷ്യൽ ഫ്രീഡം ചലഞ്ചിലെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കി വാട്ട് എവർ വി ഹാവ് ലേൺ അതെല്ലാം അൺലേൺ ചെയ്ത് വീണ്ടും റീലേൺ ചെയ്തിട്ടുള്ള പ്രൈസ് ആക്ഷനും FFC ഫോർമേഷൻസും ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ട് ഈ ഒരു അനാലിസിസിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ചെയ്യുന്ന അനാലിസിസിന് ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. സേ ഫോർ എക്സാമ്പിൾ, ഈവൻ എനി അനാലിസിസ് ക്യാൻ ബി ഗോ റോങ്. നമ്മൾ എന്ത് തന്നെ അനാലിസിസ് ചെയ്തു കഴിഞ്ഞാലും മാർക്കറ്റ് ഇന്നവിറ്റബിൾ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം ഇവിടെ അതുപോലെ തന്നെ നടക്കാം. അപ്പോൾ അതുകൊണ്ട് ഒരു ട്രേഡ് എടുക്കുന്ന സമയത്ത് കെയർ ഫ്രീ മൈൻഡ് സെറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ പാരാ അനാലിസിസ് അല്ലെങ്കിൽ അനാലിസിസിന്റെ ഒരു കൺസ്ട്രെയിൻ മാനേജ് ചെയ്യാൻ, മിറ്റിഗേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഒരു റീല് സേവ് ചെയ്ത് വെക്കുക. വെനെവർ യു ഫേസ് ദിസ് ചലഞ്ച്, യൂസ് ദിസ് ടെക്നിക് ആൻഡ് സേവ് ദിസ് വീഡിയോ.